യെസ് പറയൂ. പറയൂ, ചോദിക്കൂ. അപ്പോ ഇതില് പ്രധാനമായിട്ടുള്ള വിശദീകരണത്തിൽ രണ്ട് കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് നടന്ന ദിവസമാണ് എന്നതിൽ എതിരഭിപ്രായമില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങളുടെ ജനനത്തിൽ എതിരഭിപ്രായം ഉള്ള പോലെ തന്നെ നബി തങ്ങൾ വഫാത്തായത് റബീഉൽ അവ്വൽ 12 എന്ന വിഷയത്തിലും ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ എതിരഭിപ്രായമുണ്ട്. അതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന സംസാരമായിട്ട് എനിക്ക് തോന്നിയത്. നബി തങ്ങളുടെ ജനനം റബീഉൽ അവ്വൽ 12 എന്നുള്ള അഭിപ്രായ വ്യത്യാസമുള്ള പോലെ മരണത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്ന്. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇമാം ഫാക്കിഹാനിയുടെ റിപ്പോർട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഫാക്കിഹാനി ബിദ്അത്താണെന്ന് പറഞ്ഞു, ഇമാം സുയൂത്തി ബിദ്അത്തുൽ ഹസനയാണെന്ന് പറഞ്ഞു. എന്നാൽ ഫാക്കിഹാനി പറഞ്ഞ ബിദ്അത്തിനെ വളരെ നല്ല രീതിയിൽ സമർത്ഥമായിട്ടാണ് സുയൂത്തി ഇമാം ഹാവിയിൽ ഖണ്ഡിച്ചത്. ഹാവിയിൽ വളരെ സമർത്ഥമായിട്ട് സുയൂത്തി ഇമാം ഫാക്കിഹാനിയെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ വിമർശിക്കുന്നുണ്ട്. ഫാക്കിഹാനി പറഞ്ഞത് തെറ്റാണ്, ശരി ഇതാണെന്നാണ് സുയൂത്തി ഇമാം പറയുന്നത്. പിന്നെ ഇന്ന് നടക്കുന്ന മൗലൂദുകളെ പൂർണ്ണമായിട്ട് അതെടുത്തുകൊണ്ട് മൗലൂദ് നബിയെ ഈ രീതിയിൽ എന്താ പറയാ സുന്നികൾ ചെയ്യുന്നത് എല്ലാം ശരിയാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ആളുകൾ ചെയ്യുന്നതെല്ലാം ഇസ്ലാമികപരമായിട്ട് ശരിയാണെന്നില്ല നമുക്ക് പ്രമാണം കണ്ടെത്താൻ കഴിയൂലല്ലോ. എന്നാൽ നബിയുടെ പേര് പറഞ്ഞ് പ്രസംഗിക്കുന്നതും പാട്ട് പാടുന്നതും നബി തങ്ങളുടെ മദ്ഹ് പറയുന്നതും തെറ്റല്ല, അത് ശരി തന്നെയല്ലേ? അപ്പം എല്ലാ നബിയുടെ മൗലിദം നടത്തുന്നത് മൊത്തം തെറ്റാണെന്ന് ആക്ഷേപിക്കുന്നതിന് പകരം അങ്ങനത്തെ ഒരു കൺക്ലൂഷനാണ് നമുക്ക്. ഉത്തരത്തിലേക്ക് കടക്കാം. വളരെ പറഞ്ഞോളൂ. ഖുർആനിലും ഹദീസിലും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ മുജാഹിദുകളും സുന്നികളും ഒക്കെ ഇന്ന് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അപ്പം അതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് ഇത്രേ ചർച്ചയിൽ പറയാൻ പറ്റുള്ളൂ. അപ്പോ എന്താ വെച്ചാൽ ഏതെങ്കിലും ആളുകൾ അനാചാരം ഇതിന്റെ പേരിൽ ചെയ്യുന്നുണ്ടെങ്കിലും മൗലൂദിന്റെ കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താ പറയാ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന വിഷയങ്ങളാണ്. അപ്പം മൊത്തത്തിൽ എതിർക്കുന്നതിന് പകരം ഏതെങ്കിലും ആളുകൾ ദുരാചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് മൗലൂദിനെ അടച്ചാക്ഷേപിക്കാതെ അതിന്റെ നല്ല വശങ്ങൾ. ഉത്തരത്തിലേക്ക് പോവാം. നിങ്ങളുടെ ചോദ്യം വ്യക്തമാണ്. ഓക്കെ, അൽഹംദുലില്ലാഹ്. അദ്ദേഹം കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഒരു അന്വേഷണമാണ് എന്ന് മനസ്സിലാവുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് നബിയും സ്വഹാബത്തും ചെയ്യാത്ത അല്ലെങ്കിൽ ഖുർആനും ഹദീസിലും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മുജാഹിദുകളും ചെയ്യുന്നുണ്ടല്ലോ, എങ്കിൽ പിന്നെ ഇതിനു മാത്രമൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുമോ എന്നാണ്. മുജാഹിദുകൾ ചെയ്യുന്ന ഒരുപക്ഷെ വാർഷികങ്ങൾ, സമ്മേളനങ്ങൾ, ഇതൊക്കെയായിരിക്കാം ഒരുപക്ഷെ സഹോദരൻ അതിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ ഇത്തരം മുഖാമുഖങ്ങൾ, പീസ് റേഡിയോ, ഇതൊന്നും ഇപ്പോൾ നബിയുടെ കാലത്തില്ല, സ്വഹാബത്തിന്റെ കാലത്തില്ല. ശരിയാണ്. ഇവിടെ ചില അടിസ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് കാണുന്ന മൗലിദാഘോഷത്തെ പറ്റിയല്ല അവരൊക്കെ പറഞ്ഞത്. പിന്നെ അവർ ഏതിനാണ് പറഞ്ഞത്? അതിപ്പോൾ ഈ സഹോദരൻ ചോദിച്ച മുജാഹിദുകളും ചെയ്യുന്നുവെന്ന് പറഞ്ഞ ചില സമ്മേളനങ്ങളോ വാർഷികങ്ങളോ ഒക്കെ പോലെയുള്ള സംഗമങ്ങൾ, ആ സംഗമങ്ങളെയാണ് യഥാർത്ഥത്തിൽ അവരൊക്കെ അന്ന് ഇതിന് തുല്യമായി പരിചയപ്പെടുത്തിയത്. നല്ല ബിദ്അത്ത് എന്ന് പറയാൻ അന്ന് അവർ ഉദാഹരണമായി പറഞ്ഞ, ഇപ്പൊ ബിദ്അത്തിനെ 5 വിഭജിച്ച പണ്ഡിതന്മാരുണ്ട്, അതല്ലാത്ത വിഭജനങ്ങൾ നിർവഹിച്ചവരുണ്ട്. അവരൊക്കെ നല്ല ബിദ്അത്തിന് ഉദാഹരണമായി പറഞ്ഞത് ജംഉൽ മഹാഫിൽ എന്നാണ്. ജംഉൽ മഹാഫിൽ, ചില സംഗമങ്ങൾ, സമ്മേളനങ്ങൾ, ദീനു പഠിപ്പിക്കാൻ വേണ്ടി ഒരുക്കുന്ന അത്തരം വേദികൾ, അതൊക്കെ ആവാം. ആ ഗണത്തിലേക്കാണ് അവർ നബിദിനാഘോഷത്തെയും കണക്ക് കൂട്ടിയത്. അതുകൊണ്ടാണ് നല്ല ബിദ്അത്ത് എന്ന് അവർ പറഞ്ഞത്. അത് ഭാഷാപരമായ ബിദ്അത്താണ്, ശർഈയായ ബിദ്അത്തല്ല. ഇബ്നു ഹജർ ഹൈതമി റഹിമഹുള്ളയുടെ ഫതാവൽ ഹദീസിയ, ആ ഫതാവൽ ഹദീസിയയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ബിദ്അത്ത് എന്ന വിഷയത്തിൽ ഏതൊക്കെ പണ്ഡിതന്മാർ നല്ലതും ചീത്തയും എന്ന് വിഭജിച്ചുവോ അവരൊക്കെ ഉദ്ദേശിച്ചത് ഭാഷാപരമായ ബിദ്അത്താണ്, മതത്തിലെ ബിദ്അത്തല്ല എന്നാണ്. അദ്ദേഹം പറയാം, ഒമൻ ഖാല കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ് എന്ന് ഏതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ അവർ ഉദ്ദേശിച്ചു ഫമഇനാഹു അൽ ബിദ്അത്തു ശർഈയ, ശർഈയായ ബിദ്അത്താണ്, മതത്തിലുണ്ടാക്കപ്പെടുന്ന ആചാരങ്ങളെയാണ് അവർ അർത്ഥമാക്കിയത്. എന്നാൽ ഏതെങ്കിലും പണ്ഡിതന്മാർ ചില ബിദ്അത്തിനെ പറ്റി നല്ല ബിദ്അത്ത്, അതേപോലെ മറ്റു ചില ബിദ്അത്തിനെ പറ്റി മോശമായ ബിദ്അത്ത് എന്നൊക്കെ ആരെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് അർത്ഥമാക്കി ഒമൻ ഖസ്സമഹ മിനൽ ഉലമാഇ ഇലാ ഹസനിൻ വഗൈരി ഹസനിൻ, നല്ലത് എന്നും അല്ലാത്തത് എന്നുമൊക്കെ പണ്ഡിതന്മാർ വിഭജിച്ചിട്ടുണ്ടെങ്കിൽ
ഫഇന്നമാ ഖസ്സമൽ ബിദ്അത്തൽ ലുഗവിയ്യ, ഭാഷാപരമായ ബിദ്അത്തിനെ മാത്രമാണ് അവരങ്ങനെ വിഭജിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സുയൂത്തി റഹിമഹുല്ലാ അന്ന് കണ്ടത് ഒരു ആദത്തായിക്കൊണ്ട് നമ്മുടെ സമ്മേളനങ്ങൾ പോലെ, നമ്മുടെ വാർഷികങ്ങൾ പോലെ, ഇത്തരം സംഗമങ്ങളെ പോലെ ഒക്കെയുള്ള കേവലം ഒരു ആദത്ത്, ഒരു സമ്പ്രദായം എന്ന നിലക്കാണ് അവർ കണ്ടത്. അതുകൊണ്ടാണ് അവർ നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞത്. എന്നാൽ മതത്തിലേക്കുള്ള ചിഹ്നമായി ഷിആറായി കൊണ്ടുവരികയും ഇതൊരു ഇബാദത്തിന്റെ പരിവേഷം കൽപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവരാരും അത് നല്ലത് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് കൂടിയായിരിക്കാം മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, അതിൽ മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ ആ വർദ്ധിപ്പിക്കൽ ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമാകണമെന്നില്ല, ഈ നിലപാടിലുമാകാമല്ലോ. ആദത്തായി കണ്ടു, അപ്പോൾ നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞു. അതിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് അതൊരു ഇബാദത്താക്കി മാറ്റുന്നുവെങ്കിൽ, മതത്തിന്റെ പ്രത്യേകമായ ഒരു ഷിആറായി മാറുന്നുവെങ്കിൽ അവർക്കും അംഗീകാരമില്ല എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന ഈ നബിദിനാഘോഷങ്ങൾ കേവലം ഒരു ആദത്തായിട്ടല്ല, മുജാഹിദീങ്ങളുടെ സമ്മേളനം പോലെയല്ല, വാർഷികം പോലെയല്ല, അത് അതിനപ്പുറത്തേക്ക് അതിന് പരിവേഷം നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ സമസ്തയും അതേപോലെ മറ്റു സുന്നി സംഘങ്ങളുമൊക്കെ സമ്മേളനം നടത്തുന്നത് ഞങ്ങൾ ഇക്കാലം വരെ അത് ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടില്ല. ഒരുപാട് വാർഷിക യോഗങ്ങൾ ഇരു സമസ്തയും സംഘടിപ്പിക്കുന്നു, ഞങ്ങളാരും ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അതൊരു ആദത്തായി കാണുന്നു. മുദഫർ രാജാവ് എന്ന രാജാവ് ഒരുപക്ഷെ നാട്ടിൽ അന്ന് നടപ്പാക്കിയത് ആ തരത്തിലായിരിക്കാം. എന്നാൽ പിന്നീട് അത് മതത്തിന്റെ ചിഹ്നമാക്കി മാറ്റി, അതൊരു ഈദാക്കി മാറ്റി, 2 ബലിപെരുന്നാൾ പോലുള്ള മൂന്നാമത്തെ ആഘോഷമാക്കി മാറ്റി. എന്നാൽ 2 ബലിപെരുന്നാളിനേക്കാളും ഒരു ആഘോഷമാണ്, 2 പെരുന്നാളിനേക്കാളും ഒരു ആഘോഷമാണ് എന്ന് പോലും പഠിപ്പിക്കപ്പെട്ടു. ലൈലത്തുൽ ഖദറിനേക്കാളും മഹത്വമാണ് റബീഉൽ 12 എന്ന് പോലും ഇന്ന് പ്രസംഗിക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. അതാണ് സിയാദത്ത്. അങ്ങനെ സിയാദത്തുണ്ടെങ്കിൽ നല്ല ബിദ്അത്ത് എന്ന ഗണത്തിൽ പോലും അത് നിൽക്കുന്നില്ല. പിന്നെ മറ്റൊന്ന് സഹോദരൻ പറഞ്ഞ മരണം, അത് 3 ദിവസത്തിനപ്പുറം പിന്നെ ദുഃഖിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ബഹുമാനരായ ഹംസ ഷാക്കിർ ഹിക്കമി വളരെ വിശദമായി പറഞ്ഞു. പക്ഷേ ഒറ്റ കാര്യം, ഈ റബീഉൽ മാസം വന്നാലും നമ്മുടെ നാട്ടിലെ സുന്നി പള്ളിയിൽ ഓതുന്ന ഖുത്ബ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, നബാത്തി ഖുത്ബയാണ്. ആ നബാത്തി ഖുത്ബ എന്താ പഠിപ്പിക്കുന്നത്? റബീഉൽ മാസം 2ാമത്തെ വെള്ളിയാഴ്ച ഓതാൻ പോകുന്ന ഖുത്ബ, അതിൽ ചോദിക്കുകയാണ്, വിഷയം നബിയുടെ വഫാത്താണ്, ക്ഷമിക്കണമെന്നല്ല പറഞ്ഞത്, സങ്കടപ്പെടാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് നബിയുടെ മരണരംഗങ്ങളെ ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞ ശേഷം ഖതീബ് ചോദിക്കണം, വഅയ്യു തുർഫിൻ അലൈഹി മാ ദമഅ വഅയ്യു ഹുസ്നിൻ ലിഫഖദിഹി മത്തസഅ വഅയ്യു അസാഇൻ ലിബുഅദിഹി മംതനഅ. ഏതു കണ്ണുകളാണ് കണ്ണുനീർ പൊഴിക്കാതിരിക്കുക? ആർക്കാണിതിൽ ദുഃഖമില്ലാതിരിക്കുക? ആരാണിതിന്റെ പേരിൽ സങ്കടപ്പെടാതിരിക്കുക? അതുകൊണ്ട് നിങ്ങളും കരയൂ, നിങ്ങളും സങ്കടപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഖതീബ് ഈ മുമ്പിലിരിക്കുന്ന ആളുകളോട് അന്ന് പറയാൻ പോകുന്നത് ഈ വരുന്ന റബീഉൽ മാസത്തിലും. അപ്പൊ അവിടെ എന്തേ ഈ ഫത്വ ഇല്ലാത്തത്? 3 ദിവസം കഴിഞ്ഞാൽ അവർ ദുഃഖമാചരിക്കാൻ പാടില്ല, അതുകൊണ്ട് ദുഃഖിക്കുന്നില്ല എന്നാണെങ്കിൽ ഈ ഖുത്ബ എന്ത് ചെയ്യും? രണ്ടാമത് 3 ദിവസത്തിനപ്പുറം ദുഃഖിക്കാൻ പാടില്ല, പിന്നെ അത് മറക്കണം, ക്ഷമിക്കണം എന്നാണെങ്കിൽ പിന്നെ 7ഉം 14ഉം 40ഉം ആണ്ടും നമ്മൾ എങ്ങനെ ആഘോഷിക്കുക? ഒരാൾ മരിച്ചാൽ നമ്മളെ നാട്ടിൽ 7ഉണ്ട്, 14ഉണ്ട്, 40ഉണ്ട്, ആണ്ടുണ്ട്. ഇതൊന്നും പാടില്ല എന്നല്ലേ അതിന്റെ മറുവശം വരിക? അപ്പൊ അതൊക്കെ തിരിച്ചറിയണമെന്ന് കൂടി സഹോദരനോട് സൂചിപ്പിക്കുന്നു.